ജോയിയുടെ മരണത്തിൽ കരയുന്ന ആര്യ രാജേന്ദ്രൻ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ, തലസ്ഥാനത്തിൻ്റെ മേയർ എന്ന അർത്ഥത്തിൽ, സഹജീവി എന്ന അർത്ഥത്തിൽ കരയുകയാണ്. നിങ്ങൾക്ക് അവരുടെ വൈകാരിക ആവിഷ്കാരത്തെ സ്ക്രൂട്ടിനി ചെയ്യാനും റദ്ദ് ചെയ്യാനും കഴിയില്ല. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമെങ്കിൽ നിങ്ങളത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രനെ എവിടെ കണ്ടാലും, ആര്യയുമായി ബന്ധപ്പെട്ട എന്തു വാർത്ത വന്നാലും അവരെ അൺഫെയറായ രീതിയിൽ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും അസഭ്യം പറയുന്നതും രാഷ്ട്രീയ വിമർശനമേ അല്ല. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിനും അപ്പുറമുള്ള സോഷ്യൽ മീഡിയ ട്രെൻഡ് കൂടിയാണ്. സിനിമയിലും രാഷ്ട്രീയത്തിലും ഉൾപ്പെടെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ ബുള്ളി ചെയ്തതിനും സ്ലട്ട് ഷെയ്മിംഗ് നടത്തിയതിനും അവരെ തേജോവധം ചെയ്തതിനുമൊക്കെ മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ നിർഭാഗ്യകരമായ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ ആര്യ രാജേന്ദ്രനെ വളരെ ക്രൂരമായി തേജോവധം ചെയ്യുന്ന കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആര്യയെ മാത്രമല്ല, ആര്യയുടെ കുടുംബത്തെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്. മോർച്ചറിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ആര്യ രാജേന്ദ്രന്റെ വൈകാരിക അവസ്ഥയെ പോലും മാധ്യമങ്ങൾ വിൽക്കുകയും അതിനെ സോഷ്യൽ മീഡിയയിലെ ആണുങ്ങൾ സ്ക്രൂട്ടിനി നടത്തി റദ്ദാക്കുന്നുമുണ്ട്. ആര്യയെ ലൈംഗിക ചേഷ്ട കാണിച്ച KSRTC ബസ് ഡ്രൈവർക്കെതിരെ അവർ പ്രതികരിച്ചതിന് ആര്യ വ്യക്തിഹത്യ നേരിടുകയുണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥി മുതൽ സോഷ്യൽ മീഡിയ പ്രൊഫസർമാരായ ആണുങ്ങൾ ഒന്നടങ്കം ആര്യയെ രാഷ്ട്രീയം പഠിപ്പിക്കാനും ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഉപദേശിക്കാനും മുൻപിലുണ്ടായിരുന്നു. ആര്യ അല്ലാതെ കേരളത്തിലെ വേറെ ഏത് സ്ത്രീ ആയിരുന്നാലും അന്ന് കേരളം മിടുക്കി, പെണ്ണായാൽ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് കൈയടിച്ചേനെ. ഉപാധികളില്ലാതെ സ്ത്രീകൾക്കൊപ്പം എന്ന് പറഞ്ഞ് ഒപ്പം നിൽക്കേണ്ട സ്ഥാനത്ത് അവരെ വിക്ടിം ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടായത്. മേയറായാലും ഡിസ്ട്രിക്ട് കളക്ടറായാലും മന്ത്രിയായാലും അവർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രിവിലേജുകളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുരുഷന്മാർ അടക്കി വാഴുന്ന ഒരു സിസ്റ്റത്തിൽ മേയറായ ആര്യ സ്ത്രീ എന്ന അർത്ഥത്തിൽ നേരിടുന്ന വെല്ലുവിളികളെയും വിവേചനങ്ങളെയും ആർക്കും തേച്ചു മായ്ച്ചു കളയാൻ കഴിയില്ല. വടിയുമെടുത്ത് ആര്യയെ പഠിപ്പിക്കാൻ പോകുന്ന ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ടം ഇത് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് മാന്യമായ രീതിയിൽ റീസണബിളായ കാരണങ്ങൾക്ക് മേൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ അവർ ഹോൾഡ് ചെയ്യുന്ന പദവിയെ വിമർശിക്കാൻ സാധിക്കും. വിയോജിപ്പും വിമർശനവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. പക്ഷേ അനുപാതത്തിന് നിരക്കാത്ത വിധം ഒരു പൊതുപ്രവർത്തകയെ വളയുന്നത്, അവരുടെ പത്രസമ്മേളനങ്ങൾക്ക് കീഴെ തെറി വിളിക്കുന്നത്, അവരുടെ വൈകാരികതയെ, നിലപാടുകളെ അഭിനയമെന്ന് പറഞ്ഞ് റദ്ദാക്കുന്നത് പൗരന്മാരുടെ സിവിക് ഡ്യൂട്ടിയിലോ അവകാശത്തിലോ ഉൾപ്പെടുന്ന കാര്യമേ അല്ല. ജോയിയുടെ മരണം സിസ്റ്റമാറ്റിക്കായ ക്രിമിനൽ നെഗ്ലിജൻസുകളിൽ ഒന്നാണ്. അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹം ഏറ്റെടുക്കണം. മേയറുടെ, ആര്യയുടെ ജെൻഡറിൽ തൂങ്ങി അവരെ തേജോവധം ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു പരിഷ്കരണവും കൊണ്ടുവരാൻ കഴിയുകയില്ല.